Welcome to Ada 24/7 Malayalam. എന്താണ് IELTS? എന്തിനാണ് IELTS? അമേരിക്ക, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് പോയി താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന ടെസ്റ്റാണ് IELTS എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അതായത് ബ്രിട്ടീഷ് കൗൺസിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റാണ് IELTS. ബ്രിട്ടീഷ് കൗൺസിൽ അത് IDP എഡ്യൂക്കേഷനും കേംബ്രിഡ്ജ് ഇംഗ്ലീഷുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ സംഭവം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ മേജറായിട്ട് 4 സെക്ഷൻസ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലിസണിങ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് റീഡിംഗ് സ്കിൽസ്. ഒറിജിനലി ഇത് 1980 സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും 1989 ഒക്കെ ആയപ്പോഴാണ് ഇത് ഇന്നത്തെ IELTS എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ് സിസ്റ്റത്തിലോട്ട് ഡെവലപ്പായി വരുന്നത്. ഇത് ഇന്ന് ലോകത്ത് ഏറ്റവും ട്രസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റാണ്. ഏറ്റവും ട്രസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ ആയാലും ജോലിക്കായാലും പഠിക്കാൻ പോകാനാണെങ്കിലും എല്ലാം IELTS ആണ് ഇന്ന് ഒരു ബെഞ്ച് മാർക്ക്. IELTS ആരൊക്കെ എടുക്കേണ്ടി വരുന്നു? ഏതൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തും പോയി പഠിക്കാനോ താമസിക്കാനോ വർക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി വരുന്ന ഒരു ടെസ്റ്റാണ് IELTS. ഇനി ഇത് എവിടെയൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, UK തുടങ്ങിയ എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലും ഇത് ഇമിഗ്രേഷൻ ആപ്ലിക്കേഷനും ജോലിക്കും പഠിത്തത്തിനും എല്ലാം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇനി 3 ടൈപ്പ് IELTS ടെസ്റ്റുകളുണ്ട്. എന്താണ് 3 ടൈപ്പ് IELTS ടെസ്റ്റുകൾ? ഒന്നാമത്തത് ജനറൽ ട്രെയിനിങ്. IELTS ജനറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ലെവലിന് താഴെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനോ താമസിക്കാനോ ഒക്കെ വേണ്ടി ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്ത് പോയി താമസിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് IELTS ജനറൽ ട്രെയിനിങ് ടെസ്റ്റ്. ഇനി IELTS അക്കാഡമിക് എന്താണ്? IELTS അക്കാഡമിക് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് പഠിക്കണം, അല്ലെ ആ ഒരു രീതിയിലുള്ള വർക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു രാജ്യത്ത്, അതിനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ടെസ്റ്റാണ് IELTS അക്കാഡമിക് എന്ന് പറയുന്നത്. ഇനി UK പോയി താമസിക്കാൻ അവിടുത്തെ വിസ ആപ്ലിക്കേഷന് വേണ്ടി ഒക്കെ എടുക്കുന്ന ടെസ്റ്റാണ് IELTS UK VI എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് വേണം ഇതിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇനി ഇതിൻ്റെ 3 ഫോർമാറ്റുകളുണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്കത് പേപ്പറിൽ എഴുതി കൊടുക്കാം. ഈ റീഡിംഗ് കോംപ്രിഹെൻഷനും നമ്മുടെ റീഡിംഗ് ടെസ്റ്റും റൈറ്റിംഗ് ടെസ്റ്റും ഒക്കെ നമുക്ക് പെൻ ആൻഡ് പേപ്പർ മോഡിൽ ചെയ്യാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ റൈറ്റിങ്ങും റീഡിങ്ങും എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ. ഈ 2 സിസ്റ്റംസും IELTS ഓൺ പേപ്പർ, IELTS ഓൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വി ഹാവ് ടു ഗോ ടു ബ്രിട്ടീഷ് കൗൺസിൽ ടെസ്റ്റ് സെൻറ്റർ. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്രിട്ടീഷ് കൗൺസിൽ ടെസ്റ്റ് സെൻറ്ററിൽ പോയിട്ടാണ് ഈ 2 രീതിയിൽ നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് കമ്പ്യൂട്ടർ രീതിയിലോ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ രീതിയിലോ കൊടുക്കണമെങ്കിൽ. പക്ഷേ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കംഫർട്ട് ഓഫ് നിയർ ബൈ പ്ലേസ് വെർ എവർ വി ക്യാൻ ഗെറ്റ് എ കമ്പ്യൂട്ടർ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് രാജ്യത്താണോ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അവിടെ അവർക്ക് എന്താണ് ആവശ്യം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ് ദാറ്റ് ഓൺലൈൻ IELTS പാസ് ചെയ്താൽ മതിയോ? കാരണം ഇതിനകത്ത് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലൊരു വീഡിയോ കോളിലൂടെയാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നത് IELTS ഓൺലൈൻ എന്ന് പറയുമ്പോൾ. പക്ഷേ IELTS കമ്പ്യൂട്ടറിലും IELTS ഓൺ പേപ്പറിലും ഒരു ഇൻ പേഴ്സൺ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇത് രണ്ടിനും നമ്മൾ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അടുത്തുള്ളൊരു ടെസ്റ്റ് സെൻറ്ററിൽ പോയി വേണം ഇത് കൊടുക്കാൻ. എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി, ഈ IELTS ഓൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിനകത്ത് നമ്മുടെ 4 സെക്ഷൻസ് ടെസ്റ്റ് ചെയ്യല്ലേ. ഇതിൽ ഏതായാലും 4 സെക്ഷൻസ് ടെസ്റ്റ് ചെയ്യുമല്ലോ. ലിസണിങ് സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ ആൻഡ് റീഡിംഗ് സ്കിൽ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരെണ്ണം കൂടി ഒന്നുകൂടി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ IELTS ഓൺ കമ്പ്യൂട്ടർ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെക്ഷൻ മാത്രം നമുക്ക് പിന്നെയും കൊടുക്കാം. അപ്പോൾ ബാക്കി 3 എണ്ണത്തിലും നല്ല മാർക്കുണ്ട്, ഒരെണ്ണത്തിലും മാർക്ക് ഇച്ചിരി കുറഞ്ഞു, സ്പീക്കിംഗ് ഇച്ചിരി നന്നാക്കണം അല്ലെങ്കിൽ റൈറ്റിംഗ് ഇച്ചിരി നന്നാക്കണമെങ്കിൽ ആ ടെസ്റ്റ് മാത്രം, ആ സെക്ഷൻ മാത്രം നമുക്ക് പിന്നെയും കൊടുത്തിട്ട് ഈ സെയിം ടെസ്റ്റിൽ തന്നെ നമ്മുടെ മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ IELTS ഓൺ പേപ്പർ, കമ്പ്യൂട്ടർ, ഓൺലൈൻ വ്യത്യാസങ്ങളും എന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ
ഒരു IELTS ടെസ്റ്റ് കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ കൊടുക്കണം ആൻഡ് ഏത് ലെവലിൽ, അക്കാഡമിക് വേണോ അതോ UK വേണോ, എന്ത് വേണം എന്നുള്ളത് ഓരോ ആഗ്രഹം അനുസരിച്ച്, നമുക്ക് ഏത് രാജ്യത്താണ് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, എവിടെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IELTS കൊടുക്കാനും പഠിക്കാനും എല്ലാം ആഗ്രഹിക്കുന്നുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആൻഡ് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും, എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. വിൽ ബി ഫോളോയിങ് ഓൺ ദ കമൻറ്റ്. ആൻഡ് അതുവരെ കീപ് ഫോളോയിങ് Adda 24/7 മലയാളം.